1957 ഏപ്രിൽ 27 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. തിരുവിതാംകൂറും കൊച്ചിയും മദ്രാസുമായി വേറിട്ട് കിടന്നിരുന്ന 1.25 കോടി മലയാളികൾ ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ഏകീകരിക്കപ്പെട്ട് അവർക്കായി തിരഞ്ഞെടുത്ത പ്രതിനിധികൾ ഒരു പൊതു നിയമനിർമ്മാണ സഭയുടെ കീഴിൽ ഒത്തുചേർന്ന ദിവസം, കേരള നിയമസഭ ആദ്യമായി സമ്മേളിച്ച ദിവസം. 1957 ഏപ്രിൽ 27 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു. നികുതി കൊടുക്കുന്നവനും ഭൂസ്വത്തുള്ളവനും ബിരുദമുള്ളവനുമെന്നിങ്ങനെ നിർദ്ദിഷ്ട വ്യക്തികൾക്ക് മാത്രം വോട്ടവകാശവും സഭാംഗത്വവും ലഭ്യമായിരുന്ന രാജഭരണങ്ങളുടെ നീണ്ട കാലത്തെ പിന്തള്ളി സ്വതന്ത്ര ഭാരതം കൈക്കൊണ്ട ജാതി വർഗ ലിംഗഭേദമന്യേയുള്ള പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ സമ്പൂർണ്ണ ജനാധിപത്യ സഭ കേരളത്തിൽ നിലവിൽ വന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന മലബാറും തിരുക്കൊച്ചിയും സംയോജിച്ച് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഐക്യ കേരളത്തിന് പൊതുവായ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമമായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നിയമസഭാ ദിനം. 1957 ഏപ്രിൽ 5 കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഏപ്രിൽ 10 അന്നത്തെ ഗവർണർ B. രാമകൃഷ്ണറാവു മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത റോസമ്മ പുന്നൂസ് പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റു. തുടർന്ന് ഏപ്രിൽ 27 പ്രോടൈം സ്പീക്കറായ റോസമ്മ പുന്നൂസിന്റെ അധ്യക്ഷതയിൽ കേരള നിയമസഭ അതിൻ്റെ പ്രഥമ യോഗം ചേരുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗവും ഉൾപ്പെടെ 124 പേർ സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. R. ശങ്കരനാരായണൻ തമ്പി കേരള നിയമസഭയുടെ ആദ്യ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുത്തു.